നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുലിന് ലക്നൌ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബുധനാഴ്ച 200 രൂപ പിഴ ചുമത്തി. ഏപ്രിൽ 14 രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോടതിയിലെ വാദം കേൾക്കലിനിടെ പരാതിക്കാരനായ നൃപേന്ദ്ര പാണ്ഡെയുടെ അഭിഭാഷകൻ രാഹുലിനെതിരെ ആഞ്ഞടിച്ചു. ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതി അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുലിന് വേണ്ടി സമർപ്പിച്ച ഹാജർ ഒഴിവാക്കൽ അപേക്ഷയും അഭിഭാഷകൻ എതിർത്തു. മറുവശത്ത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം അഭിഭാഷകൻ പ്രാൻഷു അഗർവാൾ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധി നിലവിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു. മാർച്ച് 5 അദ്ദേഹം ഒരു വിദേശ വിശിഷ്ട വ്യക്തിയുമായി മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനു പുറമെ മറ്റ് ഔദ്യോഗിക ജോലികളിലെ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കൂടാതെ കോടതി ഉത്തരവുകളെ അദ്ദേഹം മാനിക്കുന്നുവെന്നും കോടതിയിൽ ഹാജരാകുന്നത് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ഇതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിക്കുകയും രാഹുൽ ഗാന്ധിക്ക് 200 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എന്ത് വില കൊടുത്തും ഏപ്രിൽ 14 കോടതിയിൽ ഹാജരാകണമെന്ന് മുന്നറിയിപ്പും നൽകി. അടുത്ത ഹിയറിംഗിലും രാഹുൽ ഹാജരാകാതിരുന്നാൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുമെന്നും കോടതി വ്യക്തമാക്കി. അതിനിടെ ഈയിടെ സെബി അധ്യക്ഷ പദവിയിൽ നിന്നും വിരമിച്ച മാധബി പുരി ബുച്ചിനെതിരെ ഓഹരി വിപണിയിലെ തട്ടിപ്പിന്റെയും ചട്ടലംഘനങ്ങളുടെയും പേരിൽ കേസെടുക്കാൻ ആന്റി കറപ്ഷൻ ബ്യൂറോ ACB കോടതിയെ പ്രേരിപ്പിച്ച വ്യക്തി സ്ഥിരം അനാവശ്യ കാര്യത്തിന് കേസ് കൊടുക്കുന്ന ആളെന്ന് സെബിയുടെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ട് പിന്നാലെയാണ് മുംബൈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതിയുടെ വിധി സ്റ്റേ ചെയ്തത്. സബൻ ശ്രീവാസ്തവ എന്ന സിറ്റി റിപ്പോർട്ടർ നൽകിയ കേസിലാണ് പ്രത്യേക ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതി മാധബി പുരി ബുച്ചിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. കൃത്യമായി ഈ കേസ് പഠിക്കാതെയാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതി വിധി പ്രസ്താവിച്ചതെന്ന് മുംബൈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ശിവകുമാർ സിംഗെ പറഞ്ഞു. 1994 നടന്ന സംഭവത്തിന്റെ പേരിലാണ് മാധബി പുരി ബുച്ചിനെതിരെ കുറ്റം ചാർത്തിയത്. അക്കാലത്ത് മാധബി പുരി ബുച്ച് സെബിയിൽ ജോലി ചെയ്യുന്നേയില്ല. ദ വയർ ഉൾപ്പെടെ മോദിയുടെ രക്തത്തിന് ദാഹിക്കുന്ന ഒട്ടനവധി ഇടത് ജിഹാദി മാധ്യമങ്ങൾ മാധബി പുരി ബുച്ചിനെതിരെ ഓഹരി തട്ടിപ്പിന് കേസ് എന്ന തലക്കെട്ടിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുവഴി മാധബി പുരി ബുച്ചിനെ വ്യക്തിഹത്യ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നു. കാരണം ഇടത് NGO ജിഹാദി മാധ്യമ സിൻഡിക്കേറ്റിന്റെ അദാനിയെ വീഴ്ത്താനുള്ള അജണ്ടയെ കടയോടെ വെട്ടിയ വ്യക്തിത്വമായിരുന്നു മാധബി പുരി ബുച്ച്. മാധബി പുരി ബുച്ചിനെതിരെ കേസ് കൊടുത്ത സബൻ ശ്രീവാസ്തവ എന്ന പ്രാദേശിക പത്രത്തിന്റെ റിപ്പോർട്ടർ പതിവായി നിസ്സാര കാര്യത്തിന് കേസ് കൊടുക്കുന്ന വ്യക്തിയാണെന്നും പല കേസുകളിലും ഇയാൾക്ക് കോടതിയിൽ നിന്ന് പിഴ ലഭിക്കാറുണ്ടെന്നും സെബി ചൂണ്ടിക്കാട്ടുന്നു. മാധബി പുരി ബുച്ചിനെ തെറ്റായ വാർത്തയുടെ പേരിൽ മാധ്യമ മധ്യത്തിൽ നിലനിർത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ കേസെന്നും സംശയിക്കുന്നു. ഈയിടെ ഹിഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടിയതിനു പിന്നിൽ പോലും പ്രവർത്തിച്ച വ്യക്തിയാണ് മാധബി പുരി ബുച്ച്. അദാനിക്കെതിരെ 88 ആരോപണങ്ങൾ ഉന്നയിച്ച ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് 99% കള്ളമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ മാധബി പുരി ബുച്ചിന്റെ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവെച്ചിരുന്നു എന്ന് മാത്രമല്ല, മാധബി പുരി ബുച്ച് ഹിഡൻബർഗ് റിസർച്ച് ഉടമയായ ആൻഡേഴ്സ് അദാനിയെ കഴമ്പില്ലാതെ കുറ്റപ്പെടുത്തിയതിന്റെ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിരുന്നു. ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ആൻഡേഴ്സനും പ്രതിസന്ധിയിലായിരുന്നു. ട്രംപ് അധികാരത്തിൽ വരിക കൂടി ചെയ്തപ്പോൾ താൻ കുടുങ്ങുമോ എന്ന ഭയത്താൽ ആൻഡേഴ്സൺ ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം തന്നെ അടച്ചുപൂട്ടുകയായിരുന്നു. ഇതോടെ ഹിഡൻബർഗ് റിസർച്ച് അദാനിക്കെതിരെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ പേരിൽ ഇന്ത്യയിൽ ബഹളം കൂട്ടിയ രാഹുൽ ഗാന്ധി, ജയറാം രമേശ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ മിണ്ടാട്ടം മുട്ടി ഇരിപ്പാണ്. ഇതോടെ ഇവരെല്ലാം ജോർജ് സൊറോസിന്റെ ഏജന്റുമാരാണെന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കുകയാണ്. അദാനിയെ വീഴ്ത്തുക എന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ വീഴ്ത്തുന്നതിനുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന US സമാന്തര അധികാര ലോബിയുടെ അജണ്ടയായിരുന്നു. അത് പൊളിഞ്ഞു. അതിൽ മാധബി പുരി ബുച്ചിനും നല്ല പങ്കുണ്ടായിരുന്നു. ഉടനെ മാധബി പുരി ബുച്ചിനെ എന്തെങ്കിലും അഴിമതി കേസിൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പേർ, കോൺഗ്രസ് ഉൾപ്പെടെ പലരും മാധബി പുരി ബുച്ചിനെ വിവാദത്തിൽ കുടുക്കാൻ നോക്കിയിരുന്നു. എന്നാൽ അവരെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കേസ്. വാസ്തവത്തിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച പല കമ്പനികളെയും പിടികൂടി പുറത്താക്കിയ വ്യക്തി കൂടിയായിരുന്നു മാധബി പുരി ബുച്ച്. ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതി മുംബൈ പോലീസിനോട് മാധബി പുരി ബുച്ച് ഉൾപ്പെടെ 5 പേർക്കെതിരെ ഓഹരി വിപണിയിലെ തട്ടിപ്പിന്റെയും ചട്ടലംഘനങ്ങളുടെയും കേസെടുക്കാനായിരുന്നു നിർദ്ദേശിച്ചത്. ഇതായിരുന്നു ചീറ്റിപ്പോയതും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.